കുക്കിങ്ങിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീറാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആദ്യം പനീരിനെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ മുളക് പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പനീരിലേക്ക് കോൺസ്റ്റാച്ച് ആഡ് ചെയ്തു. പിന്നെ മാറ്റി വെച്ച ഈ മുളക് പൊടി അതിലേക്ക് തിരുമ്പി എല്ലാവരുടെയും പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ വെച്ച ശേഷമാണ് അത് വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ക്യാപ്സിക്കും മല്ലിത്തലി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അധികം ഈ തട്ടുകടയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ചില്ലിയോ അല്ലെങ്കിൽ ഗോപിയോ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കടിക്കാൻ പറ്റുമല്ലോ ഉള്ളിയും ക്യാപ്സിക്കും. ഞാൻ അതേപോലെ തന്നെയാണ് ഇത് രണ്ടും മുറിച്ചത് കേട്ടോ. ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് നമുക്കിങ്ങനെ മുറിച്ചിട്ട് നമുക്ക് അതിങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമല്ലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കും ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടായി വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം ഞാൻ പനീർ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഡീപ്പ് ഫ്രൈ ചെയ്യണോ ഷാലോ ഫ്രൈ ചെയ്യണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയാണ് അത് ചെയ്തത് കേട്ടോ. പക്ഷേ ഇത് ഒരു അബദ്ധം പറ്റിപ്പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ മസാല മൊത്തം ഇളകി മാറി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്തു, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നുള്ളത്. എന്നിട്ട് അത് മാറ്റിയ ശേഷം ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കി പരിപാടികളും തുടർന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റി. പിന്നെ ഞാൻ അധികം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നേരാക്കാൻ നിൽക്കലില്ല. എനിക്ക് അതിനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുള്ളത്. എനിക്കങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അതിൽ അങ്ങനെ തോന്നലില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. എന്നിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പനീർ തിരുമ്പി വെച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചീസ് ഫ്ലേവറിൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. സോയ സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഇത് ഞാൻ കോൺസ്റ്റാച്ചാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിപ്പോയ അബദ്ധം എവിടെ വെച്ചാൽ ഇതായിരുന്നു. ചീസും മയോണൈസും ഞാൻ ഒരാവശ്യമില്ലാതെ ആഡ് ചെയ്ത് പോയി. അതുകൊണ്ട് ആ എന്താണ് ഉദ്ദേശിച്ചത് അങ്ങനെ മാറിപ്പോയി. ഇതിപ്പോൾ ഒരു പനീർ കറി ആയിപ്പോയി. ബട്ടർ പനീർ മസാല എന്ന് പറയില്ല, അതുപോലെ ഈ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച ശേഷം ഞാൻ അതിലേക്ക് മാറ്റി വറുത്ത് വെച്ച പനീരിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സംഭവം അടിപൊളിയായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അതല്ല അവസാനം വന്നത്. ലാസ്റ്റ് ഞാൻ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തു കേട്ടോ.